BLM, Kerala, Tamil Nadu, Pondicherry. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രിയാകാൻ DK ശിവകുമാർ ഒരുങ്ങുന്നു. 3-ാം തീയതി കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ അദ്ദേഹം പുതിയ റെക്കോർഡ് സ്വന്തമാക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിനെയാകും അദ്ദേഹം മറികടക്കുക. DKS എന്നറിയപ്പെടുന്ന ശിവകുമാർ 1413 കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ 931 കോടി രൂപയുടെ പ്രഖ്യാപിത ആസ്തിയുമായി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. നായിഡുവിന് തൊട്ടു പിന്നിൽ 640 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആണ് ഉള്ളത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച DK ശിവകുമാറിന്റെ ആകെ ആസ്തി 1413 കോടി രൂപയാണ്. 2018 അത് 840 കോടി രൂപയായിരുന്നു. 1140 കോടി രൂപയുടെ നിക്ഷേപമുള്ളതും 273 കോടി രൂപയുടെ സ്ഥാവര ആസ്തികളും അദ്ദേഹത്തിനുണ്ട്. 265 കോടിയോളം രൂപയുടെ ബാധ്യതകളും ശിവകുമാറിനുണ്ട്. ശിവകുമാറിന്റെ സത്യവാങ്മൂലത്തിൽ റോളക്സ്, ഹബോർഡ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ആഡംബര വാച്ചുകൾ, സ്വർണം, വെള്ളി ശേഖരങ്ങൾ എന്നിവയും ടൊയോട്ട കോളീസ് വാഹനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ആദ്യ 3 മുഖ്യമന്ത്രിമാരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. തെരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സത്യവാങ്മൂലം വിശകലനം ചെയ്ത പ്രകാരം 330 കോടിയിലധികം രൂപയുടെ പ്രഖ്യാപിത ആസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ പെമ ബന്ധവും ഈ പട്ടികയിലുണ്ട്. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും 50 കോടിയിലധികം രൂപയുടെ പ്രഖ്യാപിത ആസ്തിയുമായി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 10 മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു 2024 അധികാരമേൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച 936 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഹെറിറ്റേജ് ഫുഡ് ലിമിറ്റഡിലെ 2,26,11,525 ഓഹരികളിൽ നിന്നാണ്. സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സമയത്ത് ഒരു HFL ഓഹരിയുടെ വില 337.85 രൂപയായിരുന്നു. ഇതിലൂടെ മാത്രം 763.93 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹെറിറ്റേജ് ഫുഡ് ലിമിറ്റഡിന്റെ വൈസ് ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ നായിഡുവിന്റെ ഭാര്യയായ നാര ഭുവനേശ്വരിയാണ്. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ നേതൃത്വം നൽകുന്നത് അവരാണ്. മാർച്ച് 10 തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ് മാർച്ച് അവസാന വാരം സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം 648 കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 404 കോടി രൂപയുടെ നിക്ഷേപങ്ങളും 270 കോടി രൂപയുടെ സ്ഥാവര ആസ്തികളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.